വെക്കേഷൻ ഒക്കെ ആയിട്ട് അങ്ങനെ മിസ്സായതാണ്. സുഖമാണല്ലോ? Yes, teacher. Yes. Prayer. Prayer. Okay, I will do. Dear God, thank you for this class and for the gift of learning. Bless our Montessori classroom with peace, patience, and kindness. Help us to grow in wisdom, in grace, and in love for one another. Guide our hands to walk with care, our minds to think with clarity, and our hearts to share with joy. May we always be curious, respectful, and grateful. Amen. Okay, thank you. Thought of the day. ഞാൻ പറയാം ടീച്ചർ. I warmly invite respected Adira teacher, our technical section, Rijo sir, Raki ma'am, and all my dear friends to reflect on this meaningful quote. The present moment is all we truly have. Let go of the past and don't worry about the future. Instead, focus on the here and now, and you will find that life becomes more vibrant, more meaningful, and more beautiful. കഴിഞ്ഞ കാര്യങ്ങളെയും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ജീവിതം കൂടുതൽ ഊർജ്ജസ്വലവും അർത്ഥവത്തുള്ളതും സുന്ദരവുമായി തീരും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay, thank you. Yes, എല്ലാവർക്കും സുഖമായിരിക്കണോ? സുഖമാണോ? യെസ് ടീച്ചർ. എങ്ങനെയുണ്ടായി വിഷു, ഈസ്റ്റർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം അടിച്ചു പൊളിച്ചു. എന്ന് വീട്ടിൽ പോയിരുന്നു, ഒരു വീക്ക് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ തിരിച്ചെത്തി. വെക്കേഷൻ അല്ലായിരുന്നു കുട്ടികൾക്ക്? യെസ് ടീച്ചർ, മോന് വെക്കേഷൻ ഇല്ല, അവൻ 10th-ലാണ്, അതുകൊണ്ട് വെക്കേഷൻ ഇല്ല. ഈ വർഷം 10th സ്റ്റാർട്ട് ചെയ്തു ക്ലാസ്. ആണല്ലേ? ഓക്കെ, യെസ്. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ പറയുന്നു? സമീത, അയന, ഷാനിമോൾ. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു മിസ്. സുഖമായിട്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ചില്ല? കഴിച്ചില്ല. കഴിച്ചിട്ടില്ല. അഞ്ചിത കയറിയിട്ടില്ലേ ക്ലാസ്സിൽ? കയറാറില്ലേ അഞ്ചിത ക്ലാസ്സില്? ഉണ്ട്, കയറാറുണ്ട്. ഉഷാന് എന്തൊക്കെയുണ്ട്? സുഖം. ഞാനിപ്പോ ഇവിടെ എന്റെ വീട്ടിലാണ്, കുട്ടനാട്ടിലാണ്. ഇവിടെ സുഖമാണ്. ഒത്തിരി മാങ്ങ അങ്ങ് പഴുത്ത് കിടക്കുക. പരസ്യം കഴിക്കേ, കഴിച്ച് വയ്യ. ഷുഗർ പിടിച്ചിട്ട് തിരിച്ചു പോവോന്ന് സംശയാ. എന്താ നാട്ടില്? നാട്ടിലെന്തോന്നു? സുഖം, കുഴപ്പമൊന്നുമില്ല. എല്ലാം നാട്ടിലെന്ന് വന്നു? നാട്ടിലുണ്ടല്ലോ. നാട്ടിലുണ്ട്. ഒത്തിരി നാളായിട്ട് ഇവിടെ ഉണ്ട്. ഒരു ബാക്ക് ഇഞ്ചറി വന്ന് ഇവിടെ അങ്ങ് സ്റ്റേ ബാക്ക് ആയതാ. കഴിഞ്ഞ ഒക്ടോബറിൽ വന്നതാ. കുറെ നാളുകൾക്ക് ശേഷം ക്ലാസ്സിൽ കയറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. 1-2 ക്ലാസ് മിസ്സായിട്ടുണ്ട് എനിക്ക്.
നിങ്ങളുടെ മിസ്സിന് എങ്ങനെയുണ്ട്? സുഖാണോ? ആ സുഖമായിട്ടിരിക്കുന്നു. കഴിച്ചോ ഇന്ന്? കഴിച്ചു. ബിരിയാണി ഇറങ്ങിയിട്ടുള്ളത്. ആ, കൊള്ളാം. സൂപ്പർ. അതാണ് ടീച്ചർ കഴിഞ്ഞ ഇന്ന് കുറച്ച് ക്ലാസ്സിലും തടിച്ച പോലെ. കഴിഞ്ഞ ഒരു ക്ലാസ്സിലും ബിരിയാണിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ബിരിയാണി കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ടീച്ചർ ഇന്ന് കുറച്ചൊരു തടിച്ച പോലെയുണ്ട് ഫേസ്. വിഷുവൊക്കെ ആയിട്ട് മധുരമൊക്കെ കൂടുതലായിരുന്നു. പിന്നെ അങ്ങനെ സ്വീറ്റ്സ് കഴിച്ചാലും തടിക്കുന്നു, പക്ഷെ ഞാൻ എന്ത് കഴിച്ചാലും തടിക്കില്ല കേട്ടോ. എന്ത് കഴിച്ചാലും തടിക്കില്ല. ഞാൻ എന്താ അയ്യോ, അത് വെച്ചാ ഭാഗ്യമല്ലേ, അത് ഭാഗ്യമല്ലേ. അയ്യോ, തടി പേടിച്ചിട്ട് കഴിക്കുന്ന എന്ത് പേടിക്കുവാ. നമ്മളെ ഇവിടെ വരെ പഠിപ്പിച്ചതെന്ന് അറിയാമോ? യെസ് ടീച്ചർ, ലേണിംഗ് പ്രോസസ് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതാണ്. അത് കംപ്ലീറ്റ് ആയി. ഓക്കെ. അതിൽ 5 പോയിന്റ്സ് അല്ലേ, ദ ടീച്ചർ വരെയല്ലേ അതിന്റെ പോയിന്റ്സ്. ടീച്ചർ അത്ര വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. എന്താണ് ഗീത? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതിന്റെ ഒരു 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ദ ടീച്ചർ വരെ. ഇനി ഇത് തുടങ്ങിയിരിക്കണം അല്ലെ? യെസ് ടീച്ചർ, അതിന് ശേഷമാണ് എടുക്കേണ്ടത്. യെസ്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ MP-കാരുടെ കോൺവൊക്കേഷൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. MP1-ന്റെ കോൺവൊക്കേഷൻ ആണ് മെയ് 10-ാം തീയതി. നിങ്ങളുടെ ബാച്ചുകളാണ് കേട്ടോ. ഫസ്റ്റ് തുടക്കമാണ്. അവിടെയല്ല, നമ്മള് ചെയ്തിരുന്ന സ്ഥലത്തല്ല, ഓഡിറ്റോറിയം അല്ല, വേറെ സ്ഥലമാണ്. അതെന്തോ ഡേറ്റ് ക്ലാസ് വന്നുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പതിയെ പതിയെ 1 കഴിയുമ്പോൾ 2, 3, 4, 5, 6, 7 എത്തും കേട്ടോ. ഓക്കെ ടീച്ചർ, എന്തായാലും സമയം എടുക്കുമല്ലോ, കാരണം നമ്മൾ 7 അല്ലേ, 1 ഇപ്പൊ എത്രയൊക്കെ കഴിഞ്ഞു? അന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കോൺവെക്കേഷൻ ഫസ്റ്റ് വെക്കുന്നത് ആദ്യത്തെ MP1-ന്റെ ബാച്ച്. MP1, MP2, 3, 4 ഒരുമിച്ചാണ്. അതിൽ കുറച്ച് കുട്ടികളുള്ളത്. MP1-കാർക്ക് സെപ്പറേറ്റ് ആണ്. അവർ ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ 3 ഒരുമിച്ചാണ്. അപ്പൊ അടുപ്പിച്ച വന്നിട്ട് കോൺവെക്കേഷൻസ് ആണ് കംപ്ലീറ്റ്. ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, അങ്ങനെ അങ്ങനെ പെട്ടെന്ന് കഴിയും. നമ്മൾ പറയണമല്ലോന്നല്ല, പെട്ടെന്നാവും. ഫിഫ്ത്ത് ബാച്ച് തീരാറായി. നമ്മുടെ MP5 ഏകദേശം കംപ്ലീറ്റ് ആയി, പ്രാക്ടിക്കൽസിനൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ ബാച്ച് പോകും. പിന്നെ 6 കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, 7 കഴിയാൻ പോകുന്നു. തുടങ്ങിയിട്ടുള്ള അല്ലെ ടീച്ചർ? ഇത് റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം അല്ലേ കോൺവെക്കേഷൻ? അത് ഇത് ഗ്രാജുവേറ്റ് റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിനു ശേഷമാണ് കോൺവെക്കേഷൻ വെക്കുന്നത്. സമയം അതെ, നമ്മുടെ എക്സാം കഴിഞ്ഞില്ലല്ലോ. അപ്പൊ എന്തായാലും ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും എന്തോ ടീച്ചർ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ ടൈമിലാവുന്നത് അല്ലെ? യെസ്. നമുക്ക് കുറെ ഒഴിവുകൾ വരുമ്പോഴാണ് പ്രശ്നം അല്ലെ? അഞ്ചിയുടെ പേരില്ല തോന്നട്ടെ. അഞ്ചിയുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അഞ്ചിയുടെ സ്റ്റാറ്റസ് ഞാൻ കാണാറുണ്ട്. എപ്പോഴും ഫോട്ടോസ് ഇടും അഞ്ചിത. ഇപ്പൊ അവിടെ ട്രിപ്പ് പോയേക്കെന്ന് തോന്നുന്നു, ഇട്ടിട്ടുണ്ട് ഗ്യാങ്ങിന്റെ കൂടെ. എപ്പോഴും അഞ്ചിത് എപ്പോഴും ലൈവ് ആണ് വാട്സപ്പിലൊക്കെ. അത് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. എന്തോരം ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് അറിയോ? ധാവണി കൊടുത്ത്, പാവാട ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് തമ്മില്? യെസ് ടീച്ചർ, ഉണ്ട്. ഉണ്ട്. ഓക്കെ. അതിലെങ്ങനെയാ, നിങ്ങൾ ആക്റ്റീവ് ആണോ, എങ്ങനെയാണോ സംസാരിക്കാനുണ്ടോ ഗ്രൂപ്പില്? കുറവാണ്. ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോഴേ ലെഫ്റ്റ് ആയിരുന്നു. ഞാനില്ല, കുറേ ആയി ലെഫ്റ്റ് ആയിട്ട്. ആരും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ലെഫ്റ്റ് ആയതാണ്. നിങ്ങൾ എനിക്ക് ഒന്നേ, ചില കുട്ടികള് കുറച്ചിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നവരുണ്ടാവും. അതായത് സംസാരിക്കാനൊക്കെ അറിയായിരിക്കും, പക്ഷെ കുറച്ചൊന്നൊരു എന്തോ ചമ്മലോ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെ എല്ലാവരും കൂടി ഇതിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അത് 2-3 പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആ ഒരു ടൈപ്പ് ആയിപ്പോയി. അപ്പൊ അതാണ്
നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ട് ഒന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ കുറെ പേരൊക്കെ വരുന്നുണ്ട്, കുറെ പേരൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പണപ്പ് ആവാനുണ്ട് അല്ലേ? ശരിക്കും നിങ്ങൾ എത്ര പേരുണ്ട്? ടോട്ടൽ എത്ര പേരുണ്ട്? 57. സ്റ്റാർട്ടിങ്ങിൽ 51 ഒക്കെ ഉണ്ടായിരുന്നു ടീച്ചർ, പക്ഷെ ഇപ്പൊ ക്ലാസ്സിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. ഒരു 15 അത്രേ ഉള്ളൂ. 14 വരെയുള്ളൂ അല്ലേ? 3 നമ്പേഴ്സ് കൂട്ടണ്ട. ഇവിടെ ടെക്നിക്കൽ ടീംസ് ഉണ്ട്, പിന്നെ മെയിൻ ഹെഡ് ഓഫീസ് ഉണ്ട്, നമ്മുടെ ക്ലാസ്. അതാണ് 3 ബാക്കി നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നോക്കിയാൽ എപ്പോഴും എണ്ണം കുറവാണ് അല്ലേ? യെസ് ടീച്ചർ, ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. കുറവാണ്, വളരെ കുറവാണ്. ഓക്കെ, യെസ്. ടീച്ചർ അതിന്റെ ഇടയിൽ അന്നത്തെ ആക്ടിവിറ്റി സാറിന് കാണിച്ചു കൊടുത്തിരുന്നു. ഞാൻ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അജിഷ ടീച്ചർക്ക് അയച്ചു കൊടുത്തിരുന്നു. സാറിന് അയച്ചു തന്നിരുന്നു. സാറിന് നമ്മൾ അയച്ചു. സാറ് കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാർ എന്തോ യോഗത്തിന്റെ എന്തോ വിജയിച്ചത് തിരക്കിലായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ ഓഫീസിൽ എല്ലാവരും കാണിച്ചു കൊടുത്തു. വിഷ്ണുസിന്റെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട. ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത് കുട്ടി. എല്ലാവരും സന്തോഷമായി. ഷെല്ല് വെച്ച് ചെയ്തേനെ. താങ്ക് യു. ഓക്കെ ടീച്ചർ, താങ്ക് യു. അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുമ്പോ പിന്നെ നമ്മൾ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ആഡ് ചെയ്യണ്ടല്ലോ. നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമ്മള് കണ്ടിട്ടില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് പറയാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായി. ഇവിടെ ബാക്കി ഡിപ്ലോമയിലെ ടീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാരും കണ്ടടിച്ചു. ഇത് എങ്ങനെ ഇരുന്ന് ചെയ്തത് ഇത്ര പെട്ടെന്ന് എല്ലാവരും എല്ലാ കാര്യവും ഉണ്ടാകുന്ന നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ആരും ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പൊ അതൊരു നല്ല കാര്യമായിരുന്നു ചെയ്തത്. ഓക്കെ ടീച്ചർ, എനിക്ക് എപ്പോഴും വെറൈറ്റി ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ നമ്മളെപ്പോഴും കണ്ടത് കാണിക്കാൻ പറ്റുമോ? ഇത് കയ്യിലുണ്ടോ? ഞങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. കയ്യിലുണ്ടോ? ഞാൻ കുറച്ച് ക്ലാസ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അത് ബോക്സിൽ എവിടെയോ വെച്ചിട്ടാ ഉള്ളത്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ലേറ്റ് ആവുമല്ലോ. ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, എന്റെ കയ്യിലുണ്ട്, നോക്കട്ടെ. ഷംസ് അയച്ചിരുന്നു. എനിക്ക് കാണാൻ പറ്റുമോ അറിയില്ല. വിസിബിൾ ആണോ? കാണാമോ? സ്ക്രീനിലേക്ക് ഓക്കെ കാണുന്നുണ്ട്. ഇത് ഷെൽസ് വെച്ച് വെച്ച് ചെയ്തേക്കണേണ് കേട്ടോ. നമ്മുടെ സ്മാർട്ട് സ്ട്രീറ്റ് എംബ്ലമാണ്. മുകളിലെ ഗൗണിന്റെ ക്യാബ്, താഴെ ഒരു ഫൗണ്ടേഷൻ പോലെ. നമ്മൾ കണ്ടിട്ടില്ലേ? സിമ്പിൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബട്ടൺ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെയ്തിട്ടുണ്ടോ? കാണിക്കൂ. ബട്ടൺ ആർട്സ്, പോട്ട്സ് അല്ലേ? ഫ്ലവർ പോട്ട്, ട്രീ, പിന്നെന്താണത്? അത് മറ്റേ പാരച്യൂട്ട് അല്ലേ, ബലൂൺ. ബാക്കിയുള്ളവർക്ക് കളർ കൊടുത്ത് ചെയ്തല്ലേ? ഓക്കെ, നൈസ്. താങ്ക് യു സമീറ. ഉണ്ടായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും കാണിച്ചു തോന്നുന്നു വർക്ക് അല്ലേ? ഓക്കെ, ഇപ്പൊ നല്ലൊരു വിഷുക്കാലം ഈസ്റ്ററൊക്കെ അങ്ങനെ കടന്നു പോയി. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വെക്കേഷൻ തീരാനും ഇനി 1 മാസം കൂടി ഉള്ളു അല്ലെ? ഏപ്രിൽ ഏകദേശം 25 വെക്കേഷൻ ദിവസങ്ങൾ എല്ലാ ദിവസവും പെട്ടെന്ന് തന്നെ പോവുകയാണ് അല്ലെ? പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും പോകുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഇനി ഒരു 2014 തുടങ്ങി, അല്ല സോറി 24 തുടങ്ങി വളരെ സ്പീഡിലാണ് പോകുന്നത്. 25 ഇനിയിപ്പോ എത്രയായി? ഏപ്രിൽ കഴിയാറായി. ദിവസങ്ങളില്ല. കാലവും സമയമൊക്കെ വളരെ കുറച്ചുള്ളൂ. കൂടെയുള്ള സമയങ്ങൾ വളരെ കുറച്ചാണ് നമുക്ക് ഉണ്ടാവുന്നത്. യെസ്, ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നോ വെക്കേഷൻ ആയിട്ട്? സമീർക്ക് കുട്ടികള്? സമീറ, എനിക്ക് 2 മക്കളുണ്ട് മിസ്. മൂത്തത് പെൺകുട്ടി 10th ആയി ഇപ്പൊ. രണ്ടാമത്തത് ആൺകുട്ടി 6th.
എന്റെ മോള് 7th. 7th. കല്യാണം കഴിക്കാത്ത ആരാണെങ്കിലുള്ളത് വേറെ ആരെങ്കിലും ഉണ്ടോ? 5ന്റെ ഉണ്ട്. 5ന് അറിയാം. അയന മോളുടെ കല്യാണം കഴിഞ്ഞല്ലേ അയന? അതെ മിസ്. അതിന് ഇങ്ങനെ പതുക്കെ സംസാരിക്കില്ല, ഉറക്കെ സംസാരിക്കുക കോൺഫിഡന്റ് ആയിട്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ അല്ലേ? രാധിക എന്നാണോ കുട്ടിരാമെന്ന ക്ലാസ്സിലാണോ? യെസ് ടീച്ചർ. രാധിക കയറിയിട്ടില്ല. മിസ് ഞാൻ വർക്ക് കാണിക്കട്ടെ? ആ കുറച്ചും കൂടി നീ ബാക്കിലേക്ക് പിടിക്കാവോ? സ്വിഫ്റ്റ് പഠിക്കുന്നത്. ആ ഓക്കെ. ഫ്ലവർ പോട്ടാണ് അല്ലേ? ഓക്കെ കൊള്ളാട്ടോ. പക്ഷെ നമ്മൾ അമ്മച്ചിണ്ട് ട്രീ ഉണ്ടല്ലേ? ട്രീ ഓക്കെ. യെസ് ഓക്കെ. ആ അത് നല്ല ഭംഗിയുണ്ടല്ലോ. ഓക്കെ കൊള്ളാം. ഒന്ന് കാണട്ടെ, ഒന്ന് ചിരിക്കൂ. ഇപ്പൊ തന്നെ ഓഫ് ചെയ്യും ക്യാമറ. സുഖായിരിക്കുന്നോ ശ്യാമള? സുഖാണോ? എന്താ മിസ്? സുഖമാണോ എന്നാണ് ചോദിച്ചത്. സുഖമാണ് സുഖമാണ്. ക്യാമറ ഓൺ ചെയ്ത് പറയണമെങ്കിൽ ആർക്കും മടിയാ. കേൾക്കാൻ പറ്റുന്നില്ല മിസ്. ക്യാമറ ഓൺ ചെയ്ത് പറയാൻ എല്ലാവർക്കും മടിയാന്ന് പറഞ്ഞു. അതെ അതെ. ക്യാമറ ഓൺ ചെയ്തോണ്ട് ആദ്യമായിട്ട് കണ്ടു. അതെ അതെ, ഞാനിന്ന് ആദ്യത്തെ കണ്ട. എല്ലാവരും ആദ്യമായിട്ടായിരിക്കും കണ്ടത്. ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓക്കെ ടീച്ചർ ഒരു സെക്കൻഡ് ടീച്ചർ, ഒരു മിനിറ്റ്. ഞാനൊരു സ്മാർട്ട് സ്ക്രീനിന്റെ എംബ്ലം വരച്ചിട്ടുണ്ട്. ഓക്കെ ഒരു മിനിറ്റ് കേട്ടോ. കാണുന്നില്ലല്ലോ. ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ട് നേരെ പിടിക്കോ? ആ നൈസ്. എന്താണ് താഴെ എഴുതിയിരിക്കുന്നത്? 50 വർഷത്തെ വിജയവുമായി ചരിത്രയാത്ര തുടരുന്നു. ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണോ സാറിന്? സാറിന് സന്തോഷമാവും. ഓക്കെ ടീച്ചർ, ഇത് ജയദേവ് സാറിന്റെ ഒരു അസൈൻമെന്റ് ആയിരുന്നു. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് തെരഞ്ഞെടുത്തത്. അതിൽ 50, എനിക്കറിയില്ല എത്ര വർഷമാണെന്ന്. ഞാൻ വെറുതെ 50 വർഷത്തെ വിജയത്തിളക്കവുമായി ജൈത്രയാത്ര തുടരുന്നു എന്ന് ഞാൻ വെറുതെ ക്യാപ്ഷൻ കൊടുത്തതാണ്. അറിയില്ല. അങ്ങനെ ആയിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ. 16, 17 ആയിട്ടുള്ളൂ തോന്നുന്നു. അത് ആഡല്ലേ, അപ്പൊ ഞാൻ കുറച്ച് കൂട്ടിക്കൊടുത്തതാണ്. ഓക്കെ, ഇത് സാറ് കണ്ടിരുന്നോ? ഇല്ല ടീച്ചർ, സാറിനെ നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യം ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ സാറൊക്കെ ബിസി ആയിരിക്കില്ലേ, അപ്പൊ നമ്മളിങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അതാണ് പിന്നെ ഒന്ന് ചെയ്യാൻ. അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഷംസ് വിട്ടെടുത്താലും മതി കേട്ടോ. നമ്പർ ഉണ്ടല്ലോ. ഓക്കെ ടീച്ചർ. ഒഫീഷ്യൽ ഗ്രൂപ്പ് ഇല്ലേ നമുക്ക്? സ്മാർട്ട് സ്പീക്കർ ഗ്രൂപ്പ് ഇല്ലേ? അതില്ലേ? നിങ്ങളില്ലേ എല്ലാവരും? യെസ്, ആ ഗ്രൂപ്പ് ഉണ്ട്. അതിലിട്ടാലും മതി. അതെന്താണെന്ന് വെച്ചാൽ ടീച്ചർ, ഇപ്പൊ ഞാൻ ചിലപ്പോ ഇതിടുമ്പോ വേറെ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാല് അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്നുള്ള ഇതിലാണ്. കാരണം നമ്മളിപ്പോ ഒരാൾ അയക്കുമ്പോൾ വേറെ ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ട് ആയി മാറുന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും അയക്കാതിരുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ഷംസിന്റെ കയ്യിൽ ഇട്ടാലും മതി കേട്ടോ. ടീച്ചറിന് കുഴപ്പമില്ല. ടീച്ചർ സാറിന് അയച്ചു കൊടുത്തു, പേഴ്സണലി അയച്ചു കൊടുത്തു. സന്തോഷമായിട്ടുള്ളത് കാണുന്നത്. അത്രയും വർഷം ആയില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷമല്ലേ? യെസ് ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മള് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി പറഞ്ഞിരുന്നു. ദ ലേണർ, ദ ലേണിംഗ് എക്സ്പീരിയൻസ്, learning process, learning situation or environment, the teacher. Okay. Yes. Next topic, through the entire scope of education situations, psychology is included in the above mentioned 5 key factors. It may be further expanded by adding the following. So, we have 5
കീ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് കുറച്ചും എക്സ്പാൻഡഡ് ഫോമിലാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് സൈക്കോളജി എന്ന് പറയുന്നത് വലിയ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റ് ആണ് അല്ലെ. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിലുള്ള പല രീതിയിലുള്ള മെത്തേഡ്സ് പ്രിൻസിപ്പിൾസ് ഒക്കെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ കീ ഫാക്ടേഴ്സുമാണ്. ഫൈവ് കീ ഫാക്ടേഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ നേച്ചർ തന്നെ അല്ലെ. ലേണർ, ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ ആൻഡ് ടീച്ചർ ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. It studies human behavior in educational situation. Psychology is the study of behavior, and education deals with the alteration of behavior. Hence, educational psychology pervades the whole field of education. It studies human behavior in education situation. Education psychology എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? It studies human behavior in education situation. വിദ്യാഭ്യാസ സാഹചര്യത്തിലെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള അല്ലെ, വിദ്യാഭ്യാസ സാഹചര്യത്തില് ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ച്, പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇനി സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്ത് പഠനമാണ്? സൈക്കോളജി Study of behavior. Yes, study of behavior, and education deals with alteration of behavior. അപ്പൊ എഡ്യൂക്കേഷൻ എന്താണ് കൈകാര്യം ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ deals with the alteration of behavior. Alteration എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം. ഒരു കുട്ടിയിലുണ്ടാകുന്ന ബിഹേവിയറിനെ മാറ്റുന്നു അല്ലെ. ഓരോ സ്റ്റേറ്റസിലും, അതായത് ഓരോ വിദ്യാഭ്യാസ സാഹചര്യങ്ങളും ഇപ്പൊ KG സെക്ഷൻ മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള കാലഘട്ടം വരെയുള്ള ഓരോ വർഷം, ഓരോ അക്കാദമിക് ഇയറിൽ എന്താണ് കുട്ടിയെ ഡീൽ ചെയ്യാണ് അല്ലെ. കുട്ടിയുടെ ഓരോ വർഷത്തോളം എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഓക്കെ, ഓൾട്ടറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ ബിഹേവിയറിനെ ഓൾട്ടറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് എഡ്യൂക്കേഷൻ ഡീൽ ചെയ്യുന്നത് അല്ലെ. Hence, education psychology pervades the whole field of education. എഡ്യൂക്കേഷൻ സൈക്കോളജി എവിടേക്കാണ് വ്യാപിക്കുന്നത്? എഡ്യൂക്കേഷന്റെ എല്ലാ മേഖലകളിലും എഡ്യൂക്കേഷൻ സൈക്കോളജി, വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലും എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യാപിച്ചു കിടക്കുകയാണ്. ഓക്കെ, യെസ്. It studies human behavior in educational situation. Psychology is the study of behavior, and education deals. Education എന്താണ് ഡീൽ ചെയ്യുന്നത്? With the alteration of behavior. Underline ചെയ്യട്ടോ. Education deals with the alteration of behavior. Hence, education psychology provides the whole field of education. Okay. വിദ്യാഭ്യാസ മേഖലയില് ഒരു പരന്നു കിടക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഖലയാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഓക്കെ, മനസ്സിലായോ ആദ്യത്തെ പോയിന്റ്? Yes, teacher. Yes, ma'am. Then second, it studies the growth and development of the child. How a child passes through various stages of growth and what are the characteristics of each stage are included in the study of educational psychology. It studies the growth and development of the child. ഇതിൽ എന്തിനെ കുറിച്ചും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ വളർച്ചയും വികാസത്തെയും കുറിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. How a child passes through various stages of growth. ഒരു കുട്ടി തന്നെ ഗ്രോത്തിന്റെ അല്ലെങ്കിൽ വളർച്ചയുടെ ഏതൊക്കെ സ്റ്റേജസിൽ കൂടിയാണ് പഠിക്കുന്നത്? നമ്മള് ചാപ്റ്റർ 1 പഠിച്ചു തുറക്കുന്നുണ്ടോ? ചൈൽഡ് ഗ്രോത്ത് ആൻഡ് സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് തുറക്കുന്നുണ്ടോ? Yes, teacher. യെസ്. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ പല സ്റ്റേജിൽ, ഓരോ സ്റ്റേജിൽ കുഞ്ഞ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഏതൊക്കെ മാറ്റങ്ങളാണ് ഫിസിക്കൽ ഇവന്റിൽ കുട്ടിയിൽ ഉണ്ടാവുന്നത്, ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരു കുട്ടി ഏതൊക്കെ സ്റ്റേജസിലൂടെ, വേരിയസ് ആയിട്ടുള്ള സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു, അതായത് വളർച്ചയുടെ പല സ്റ്റേജിൽ കൂടി കുഞ്ഞ് കടന്നു പോകുന്നുണ്ട്.
And what are the characteristics of each stage? ഓരോ സ്റ്റേജിന്റെയും സവിശേഷതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ സ്റ്റേജിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. Okay, then each stage are included in the study of educational psychology. അപ്പോ ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എന്താണ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജസിനെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം കൂടിയാണ് എന്ത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇറ്റ് സ്റ്റഡീസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഞാൻ പറയുന്ന ഈ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്തേ. ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ്. അത്രയും വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ആദ്യത്തെ പോയിന്റില് എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ് വരെ അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡ് വണ്ണിൽ എന്താണ്, ഇറ്റ് സ്റ്റഡീസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അതും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് വരുന്നത് തേർഡ് പോയിന്റ്. To what extent heredity and environment provide towards the growth of the individual, and how this knowledge can be made use of for bringing about the optimum development of the child, form a silent features of the scope of education psychology. എന്താ പറയുന്നത്, to what extent heredity and environment provide towards the growth of the individual, and how this knowledge can be made use of for bringing about the optimal development of the child. എന്താണ് optimal development of the child എന്ന് പറയുന്നത്? അതായത് പാരമ്പര്യവും പരിസ്ഥിതിയും ഒരു കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നത് തന്നെയാണ് അല്ലെ. പാരമ്പര്യവും പരിസ്ഥിതിയും, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ. അപ്പൊ അത് ഒരു കുട്ടിയുടെ ഒപ്റ്റിമൽ ആയിട്ട്, കുട്ടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. അത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ, അതായത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്നൊരു ഫാക്ടർ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു സ്കോപ്പ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സൈലന്റ് ഫീച്ചർ ആണ്. ഓക്കെ, അതിന്റെ ഒരു പ്രധാന സവിശേഷതയായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രധാന സവിശേഷതയായിട്ട് നമുക്ക് എന്തിനെ സൂചിപ്പിക്കാം? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ പാരമ്പര്യവും പരിസ്ഥിതിയും അവന്റെ ഗ്രോത്തിനെ, ഓരോ ഇൻഡിവിജ്വലിന്റെയും വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഇത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു പ്രധാന സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്, സൈലന്റ് ഫീച്ചർ ആണ്. ഓക്കെ, മനസ്സിലായോ? അത് മൂന്നാമത്തെ പോയിന്റ്. പറയൂ. യെസ് ടീച്ചർ, ഞാൻ മിണ്ടാത്തത് കൊണ്ടാണോ, ഞാൻ എപ്പോഴും അവസരം കൊടുക്കാത്തത് കൊണ്ടാണോ ആരും മിണ്ടാത്തതെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പൊ ആരും മിണ്ടുന്നില്ല. ഇനി നോട്ട് ചെയ്ത് എടുക്കുവാണോ അറിയില്ല. കേൾക്കുന്നില്ല, റേഞ്ച് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, നമുക്കുണ്ട്. ഇതാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഓക്കെ, യെസ്. മലയാളത്തിൽ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? യെസ് ടീച്ചർ, മനസ്സിലായി. യെസ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണ്? Education psychology deals with the nature and development of the personality of an individual. In fact, education has been defined as the all-round development of personality and individual. Personality development also implies a well-adjusted personality. Yes. എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽസ് വിത്ത് ദ നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റിനെ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ എന്തിനേയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്?
പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തെയും കൂടി അത് സ്വാധീനിക്കുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ സ്വഭാവവും വികാസവും കൈകാര്യം ചെയ്യുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി deals with the nature and development of personality of an individual. Okay, നമ്മൾ ഓരോ വിദ്യാഭ്യാസ സാഹചര്യത്തിലാണ് നമുക്ക് ഓരോ പേഴ്സണാലിറ്റി രൂപപ്പെട്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്നാണ് നമ്മൾക്ക് ബിഹേവിയർ രൂപപ്പെട്ടത്. ഏത് പേഴ്സൺ ആവണം, ഏതൊരു പേഴ്സണാലിറ്റി എത്തിച്ചേർന്നത് നമ്മൾ പഠിച്ച ആ ഒരു വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും എന്താണ് ഓരോ വ്യക്തികൾ രൂപപ്പെട്ടത്. ഓക്കെ, ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന അറിവുകൾ അല്ലെങ്കിൽ ആ സ്കൂൾ ചുറ്റുപാട്, ഫ്രണ്ട്സ്, മറ്റു വർക്കേഴ്സ്, അവിടെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസ്, അവിടെ ഉണ്ടായിരുന്ന പ്രോഗ്രാംസ്, പിന്നെന്താണ് നമ്മുടെ ഫാമിലി ഉൾപ്പെടെ എന്താണ് ഓരോ പേഴ്സണിന്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ വികാസത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോന്നിനും നമ്മൾ ഒബ്സർവ് ചെയ്തതിൽ ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റീസ് ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോ പേഴ്സണും ഓരോ പേഴ്സണാലിറ്റി രൂപപ്പെട്ടത് അല്ലെ. വ്യക്തിത്വം രൂപപ്പെട്ടത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി എന്താണ് നമ്മളത് ഒബ്സർവ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എന്താണ് സ്കൂൾ എന്നൊരു അന്തരീക്ഷം അല്ലെ, ഇങ്ങനൊരു എഡ്യൂക്കേഷൻ സെറ്റിങ്സ് എന്താണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിന്റെ ഒരു ചവിട്ടുപടി തന്നെയാണ് അല്ലെ. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? Yes, ma'am. സ്കൂളാണ് നമ്മളുടെ ഓരോ പേഴ്സണാലിറ്റിയിലെ ഏറ്റവും ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് തന്നെയാണ് അല്ലെ. അടിത്തറ പാകിയത് സ്കൂള് തന്നെയാണ്. പിന്നീടാണ് നമുക്ക് ചേഞ്ചസ് വന്നു തുടങ്ങിയത്. ആ ഒരു സമയം വരെ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്താണ് എവിടെ നിന്നാണ് നമ്മൾ അറിയുന്നത്? ആ ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തിന്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിരുന്നത്. ഓക്കെ, in fact education has been defined as the all-round development of personality of an individual. വിദ്യാഭ്യാസം എന്താണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ഒരാളുടെ എല്ലാ തരത്തിലുള്ള ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, എല്ലാ തരത്തിലുള്ള വികസനത്തിനെയും സപ്പോർട്ട് ചെയ്യണം അല്ലെ. ഒരാൾക്ക് എത്രത്തോളം വികസിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഹെൽപ്ഫുൾ ആവുകയാണ് എന്ത് എഡ്യൂക്കേഷനിലൂടെ ആളുകൾ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് നല്ല രീതിയിൽ ഒരു പേഴ്സണായിട്ട് മാറാനായിട്ട് ആളെ ഹെൽപ്പ് ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓൾസോ ഇംപ്ലൈസ് എ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി. നമ്മള് സ്കൂളിൽ ഇരിക്കുന്ന സ്വഭാവമായിരിക്കും നമ്മൾ പുറത്ത് കാണിക്കുന്നത്. സ്കൂളിൽ ഇരിക്കുമ്പോഴുള്ള സ്വഭാവമാണോ വീട്ടിൽ വരുമ്പോ കാണിക്കുന്നത്? നോ ടീച്ചർ, സ്കൂളിൽ ഭയങ്കര ഡിസിപ്ലിനും കാര്യങ്ങളും ആയിരിക്കും, വീട്ടിലെത്തുമ്പോൾ കുറെ കൂടി ഫ്രീഡം. യെസ്, ഡിസിപ്ലിൻ. അവിടെ എന്താണ് ഡിസിപ്ലിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആവണം അല്ലെ. അഡ്ജസ്റ്റഡ് ആണ്. നമുക്കറിയാം ക്ലാസ് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം. ക്ലാസ് റൂമിൽ ടീച്ചർ ഉണ്ട്, നമ്മൾ എങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ, ടീച്ചർ ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യാൻ പാടുള്ളൂ, ഇന്റർവെൽ ടൈമിൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ, ഇതൊക്കെ നമുക്കറിയാം അല്ലെ. അവിടെ നമ്മൾ എന്താവേണം ആ ഒരു ചുറ്റുപാടിനോട് അഡ്ജസ്റ്റഡ് ആവേണം അല്ലെ. അത് ഓരോ ക്ലാസ് ചെയ്യുന്നതനുസരിച്ച് 1-ല് 2-ല് ക്ലാസ് സെക്ഷനൊക്കെ നമ്മള് കുറച്ച് എന്താണ് കുട്ടികള് കൃത്യമായ രീതിയിൽ ഇരിക്കണമെന്നൊന്നുമില്ല. പിന്നീട് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും നമ്മൾ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും ഓരോ ക്ലാസ് കഴിയുമ്പോൾ അല്ലെ. അങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, ഇങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, നമ്മൾ ആ എൻവയോൺമെന്റിനോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ ആ ഒരു സെറ്റിങ്സിലാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ സ്കൂൾ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല അല്ലെ. അതായത് അവിടെ നിന്ന് പഠിക്കുന്ന പലതും നമ്മൾ അറിയാതെ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സ്കൂളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു പോയതിനു ശേഷമാണ് സ്കൂളിന്റെ വില ഞാൻ മനസ്സിലാക്കിയെന്ന് പറയും. ആ ഒരു സമയത്ത് അറിയില്ലായിരുന്നു ഇത്രയും നല്ലൊരു സ്ഥലത്താണ് നമ്മൾ പഠിച്ചിരുന്നത്, ഇത്രയും ക്വാളിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. പിന്നീടാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ഇത്രയും ഒരാളുടെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ അടിത്തറപ്പാകുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്കൂളുകൾ തന്നെയാണ്. ഓക്കെ, യെസ്. അവിടെ ഒരുക്കുന്ന ഒരു പ്രോഗ്രാമഡ് ആയിട്ടുള്ള ലേണിംഗിലൂടെയാണ് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. യെസ്, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then next point, it studies individual differences. Education psychology individual differences ne kurichu പഠിക്കുന്നു. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഓരോ കുട്ടികളും ഓരോ പോലെ ആയിരിക്കും, അപ്പൊ അവരുടെ ഡിഫറൻസ് മനസ്സിലാക്കുന്നു. ഓരോ കുട്ടിയിലും ഓരോ ഇൻഡിവിജ്വലിലും എന്തുണ്ട്? ഡിഫറൻസസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. എവറി ഇൻഡിവിജ്വൽ ഡിഫർ ഫ്രം എവറി അതർ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് എന്താണ് വ്യത്യസ്തനാണ്.
ഓക്കെ, എല്ലാവർക്കും എന്തിലൊക്കെ ഡിഫറൻസസ് ഉണ്ട്? സ്കില്ലില്, ടാലൻസില്, കപ്പാസിറ്റിയില്, ബോഡി ലാംഗ്വേജിലൊക്കെ എന്തുണ്ട്? ഈവൻ ട്വിൻസിൽ പോലും, ട്വിൻസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഇരട്ടകളിൽ പോലും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അവർ ഒരേ സ്വഭാവമായിരിക്കുള്ളൂ. ഏതെങ്കിലും ഓർഗൻസിൽ വരെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലർ ഒരേപോലെ ഇരുന്നാൽ പോലും എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ആരും ഒരാളും ഒരേപോലെ അല്ല. കാണുമ്പോൾ നമുക്ക് ഒരേപോലെ ആണെന്ന് തോന്നും, പക്ഷെ എങ്കിൽ എന്താണ്, ഇപ്പോ രണ്ട് ട്വിൻസ് ഉണ്ടെങ്കിൽ ഒരാൾ നന്നായിട്ട് പാടുന്നതായിരിക്കും, മറ്റൊരാൾക്ക് പാടാൻ അറിയില്ലായിരിക്കും. ഓക്കെ, അവിടെ ഡിഫറൻസ് വന്നില്ലേ? വ്യത്യാസം വന്നു. രണ്ട് പേഴ്സൺ ആണ് അവിടെ. ആരും കാഴ്ചയിൽ ഒരുപോലെ, പക്ഷെ എബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടായി. ഓക്കെ, യെസ്. It is one of the basis facts of human nature which have been brought to light by education psychology. This one fact has revolutionized the concept of process of education. It is one of the basic facts of human nature. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ ഡിഫറൻസ് ആക്കുന്ന മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് തന്നെയാണ്. ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതെന്തായിട്ടാണ് ഇവിടെ പറയുന്നത്? എന്ത് കോൺസെപ്റ്റ് എന്താണ് പറയുന്നത്? This one fact has revolutionized the concept and process of education. ഒരാളെ വ്യത്യസ്തമാക്കുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ എന്ത് പ്രോസസ്, എന്ത് കോൺസെപ്റ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്? അതായത് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു എന്നത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ ആശയത്തിലും പ്രക്രിയയിലും വ്യത്യസ്തമാകാൻ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് അല്ലെ. ഒരാള് നോക്കൂ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിവ്യത്യാസം ഉണ്ട് എന്നുള്ളത് എന്തായിട്ടാണ് ഇവിടെ പരിണമിക്കുന്നത്? വിദ്യാഭ്യാസത്തിന്റെ ആശയത്തിനും പ്രക്രിയയ്ക്കും ഒരു വിപ്ലവമാണ് സൃഷ്ടിച്ചത്. ഒരാളും ഒരേപോലെ അല്ല എന്നുള്ളത് തിരിച്ചറിവിലാണ് അവിടെ എന്തുണ്ടായത്? റെവോല്യൂഷണൈസ്ഡ്, അതായത് എന്താണ്, വിപ്ലവം സൃഷ്ടിച്ചെന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. എല്ലാവരും ഒരേപോലെ ആണെങ്കിൽ എന്താണ്? പഠിപ്പിക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഒരേ പ്രവൃത്തികൾ ചെയ്യുന്നു. അവിടെ എന്താണ്? പ്രത്യേകമായിട്ട് നമുക്ക് എന്താണ് ഒരു ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരേപോലെ ചെയ്യുമ്പോൾ എന്താണ്? എന്തെങ്കിലും ഭംഗിയുണ്ടാവും. എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യരും എല്ലാ ആക്ടിവിറ്റീസ് ഒരുപോലെ, എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നു. അവിടെ എന്ത് വൈവിധ്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഉണ്ടാവോ? ടീച്ചർ ഇല്ല. അവിടെ എന്താണ് വിദ്യാഭ്യാസത്തിൽ എന്ത് വിപ്ലവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്? മനുഷ്യർ തമ്മിൽ ഡിഫറൻസസ് ഉള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ വിപ്ലവം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളൊരു ക്ലാസ് റൂമിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികള് ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉള്ളവരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അവർക്ക് പലതരം എബിലിറ്റീസും സ്കിൽസും ടാലന്റും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് കണ്ടറിഞ്ഞിട്ട് വേണം നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, it studies nature intelligence and its measurement. This is of utmost importance of a teacher. Studies nature intelligence. What is nature intelligence? എന്താണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ അല്ലെ. എന്താണ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ? നേച്ചർ ഇന്റലിജൻസ് എന്താണെന്ന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ, ഒന്ന് നോട്ട് ചെയ്തോട്ടോ കേട്ടോ. നേച്ചർ ഇന്റലിജൻസ് refers to nature intelligence can refers to nature intelligence refers to a person's person edit apostrophe s a person's ability to understand
ability to understand and interact with interact with the natural world. Interact with the natural world. Interact with the natural world. Okay. എന്താണ് nature intelligence എന്ന് പറയുന്നത്? Nature intelligence can refers to a person's ability to understand and interact with the natural world. എന്താണ് ഇതിനെ പ്രകൃതി ബുദ്ധി എന്ന് പറയാം അല്ലെ? പ്രകൃതി ബുദ്ധി, നേച്ചർ ഇന്റലിജൻസ്. എന്താണ് നിങ്ങൾക്കത് മനസ്സിലായത് നേച്ചർ ഇന്റലിജൻസ് എന്ന രീതിയിൽ? ഉഷ, ഉഷാനിൽ ക്ലാസ്സിലില്ലേ? പോയോ? ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ചേച്ചി ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, യെസ്. അതായത് നേച്ചർ എന്ന് പറയാം, നേച്ചർ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതി അറിഞ്ഞു പഠിക്കുക അല്ലെ? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ. പ്രകൃതി അറിയാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് അത്. അത് മാത്രമല്ല, ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. പ്രകൃതി ബുദ്ധിയും അതിന്റെ അളവും. എന്താണ് പ്രകൃതി, എന്താണ് അതിൽ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്നതുമായിട്ട് കുട്ടികൾക്കൊരു കോമൺ സെൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അവബോധം, അവയർനെസ് ആണ് കൊടുക്കേണ്ടത് അല്ലെ? നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒന്നാമത് കുട്ടികൾ സമയത്തെ അത് പഠിക്കുന്നത് അല്ലെ? വളർന്നു വരുന്ന സമയത്ത് ചുറ്റുപാട് കാണുന്ന, ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ആരാണ് അതിനെ കുറിച്ച് കുറച്ചുകൂടി എന്താ പറയാ സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കേണ്ടത്, എൻകറേജ് ചെയ്യേണ്ടത് ആരാണ്? അധ്യാപകരാണ് അല്ലെ? അധ്യാപകര് പറഞ്ഞു കൊടുക്കണം എന്താണ് നേച്ചർ അല്ലെ? എന്താണ്, എങ്ങനെയായിരിക്കണം നമ്മള് ഒരു പ്രകൃതിയുമായിട്ട് ഇടപെടേണ്ടത് എന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കുട്ടികള് അറിയേണ്ടതായിട്ടുണ്ട്. എന്താ മനസ്സിലാക്കേണ്ടത്? വാട്ട് ഈസ് നേച്ചർ ഇന്റലിജൻസ്? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ. ഓക്കെ, ഇത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേച്ചർ ഇന്റലിജൻസ്. കുട്ടികളെക്കാൾ കൂടുതൽ അധ്യാപകർ അറിഞ്ഞിരിക്കണം അല്ലെ? പ്രകൃതിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെ? നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും നമ്മൾ എന്താണ് എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ സെറ്റിൽസുകൾ കൊണ്ടുവരേണ്ടത്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നേച്ചർ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, next point, it provides guidance and counseling. ഒരു കാര്യം വിട്ടുപോയി. ഇപ്പൊ നേച്ചർ ഇന്റലിജൻസ് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുമ്പോഴാണ് നേച്ചർ ഇന്റലിജൻസിനെ കുറിച്ച് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത്. അതിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ നമുക്ക് എന്ത് പഠിക്കാൻ സഹായിക്കുന്നു? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. Education is nothing but providing guidance to the growing child. What is guidance and counseling? എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്? പറയൂ. What is mean counseling? കൗൺസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഇത് മാർഗനിർദ്ദേശവും അതേപോലെ തന്നെ എന്താണ് കൗൺസിലിംഗ് നൽകുന്നത് അല്ലെ? ഒരു മോട്ടിവേഷൻസ് ആണ് കൊടുക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് വളരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിൽ ഗൈഡൻസും കൗൺസിലിംഗും കൊടുത്താൽ മാത്രമേ, ഈ മാർഗനിർദ്ദേശവും അതുപോലെ തന്നെ മോട്ടിവേഷൻസ് കൊടുത്താൽ മാത്രമേ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കൂടി എഡ്യൂക്കേഷനിലത്
ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, മാർഗനിർദ്ദേശവും അതോടൊപ്പം തന്നെ എന്താണ് കൗൺസിലിംഗും നൽകുന്ന വഴി കുട്ടിയുടെ വളർച്ചയെയാണ് അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഓക്കെ, while general psychology deals with ജനറൽ സൈക്കോളജി അഥവാ സാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത് പ്യുവർ സൈക്കോളജിയിലാണ് ജനറൽ സൈക്കോളജി വരുന്നത് കേട്ടോ. അതൊന്ന് എഴുതി വെച്ചോളൂ. പ്യുവർ സൈക്കോളജിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. സൈക്കോളജിക്ക് 2 ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് പ്യുവർ സൈക്കോളജി, ദെൻ അപ്ലൈഡ് സൈക്കോളജി. ഓക്കെ, പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ്, ടെക്നിക്സുകള്, തിയറീസ് എന്നിവയാണ് എന്തിൽ വരുന്നത്? പ്യുവർ സൈക്കോളജി അഥവാ കേവല മനഃശാസ്ത്രത്തിൽ വരുന്നത്. ഒരു മനുഷ്യന്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ്, പിന്നെ തിയറീസ്, ടെക്നിക്സുകൾ, ഇത്തരം കാര്യങ്ങളാണ് പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്. ഓക്കെ, അതിലെന്താണ് നമുക്ക് മനസ്സിലായി? തിയറികളാണ് അതിൽ വരുന്നത് അല്ലെ. ബ്രാഞ്ചില് തിയറീസ് ആണ് വരുന്നത്. ഇനി അപ്ലൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? അപ്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ സൈക്കോളജിയിലെ തിയറീസ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജിയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നു. അപ്ലൈ ചെയ്യാണ് അല്ലെ, അത് നമ്മൾ ഉപയോഗിക്കുകയാണ്. ആ തിയറീസ് എല്ലാം തന്നെ എന്താണ്? നിത്യജീവിതത്തിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് പറഞ്ഞത്. സൈക്കോളജിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് പ്യുവർ സൈക്കോളജി, പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി. ജനറൽ സൈക്കോളജി ഏതിലാണ് വരുന്നത്? ജനറൽ സൈക്കോളജി പ്യുവർ സൈക്കോളജി. കേട്ടോ, ജനറൽ സൈക്കോളജി വരുന്നത് പ്യുവർ സൈക്കോളജിയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി എവിടെയായിരിക്കും വരുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജി. അപ്ലൈഡിലാണ് കേട്ടോ. നമ്മള് പ്യുവറിൽ കണ്ടെത്തിയ കാര്യങ്ങള് എന്താണ് അപ്ലൈഡ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലേക്ക് ഉപയോഗിക്കണം അല്ലെ. അവിടെ ഉണ്ടാക്കിയ പ്രിൻസിപ്പിൾസും തത്വങ്ങളും ടെക്നിക്സും ഒക്കെ നമ്മൾ ഇപ്പുറത്തേക്ക് അപ്ലൈ ചെയ്യാണ്, ഉപയോഗപ്പെടുത്തണം അല്ലെ. വിദ്യാഭ്യാസ സാഹചര്യത്തിൽ നമ്മൾ അത് ഉപയോഗിക്കണം. ഓക്കെ, അതിനാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ മാറ്റങ്ങൾക്ക് എന്താണ് സഹായിക്കുന്ന തരത്തിലാണ് എന്ത് അപ്ലൈഡ് സൈക്കോളജിയിലെ ഓരോ വിഷയം, ഓരോ ബ്രാഞ്ചസും സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈഡ് സബ്ജക്റ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ സൈക്കോളജി അഥവാ സാമാന്യ മനഃശാസ്ത്രം എന്താണ് ഡീൽ ചെയ്യുന്നത്? ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ എ ജനറൽ വേ. ഒരു ബിഹേവിയറിന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ആര് ഡീൽ ചെയ്യുന്നത്? ജനറൽ സൈക്കോളജിയിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. റൈറ്റ്, ജനറൽ സൈക്കോളജി ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് the individual in a general way. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി is concerned with the behavior of the learner in our education settings. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് നമ്മൾ പഠിച്ചത്. Concerned with the behavior of the learner in our education setting. എന്താണ്? ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തില് ഒരു ലേണർ അല്ലെങ്കിൽ പഠിതാവിന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ജനറൽ സൈക്കോളജി എന്ന് പറയുന്ന എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെ പൊതുവായിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ജനറൽ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ്? concerned with the behavior of the learner in an education settings. ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തിൽ ഒരു പഠിതാവിന്റെ ബിഹേവിയറിനെ കുറിച്ച്, പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? Yes, ma'am. യെസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ വിവിധ തരത്തിലുള്ള സ്വഭാവ മേഖലകളാണ് കേട്ടോ. ഓക്കെ, ഇനി നേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇറ്റ്സ് എ നേച്ചർ സയന്റിഫിക്
as it adopts the method of systematic inquiry and scientific approaches as used by science. എന്താ പറയുന്നത്? ശാസ്ത്രം ഉപയോഗിക്കുന്ന ചില ചിട്ടയായിട്ടുള്ള അന്വേഷണ രീതിയും ശാസ്ത്രീയ സമീപനവും സ്വീകരിക്കുന്നതിനാൽ അതിന്റെ സ്വഭാവം ശാസ്ത്രീയമാണ്. ഇത്രയേ ഉള്ളൂ. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് ആണ്, സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? അതൊരു സയൻസിന്റെ അപ്രോച്ചസിന്റെ ബേസിസിലാണ്, അല്ലെ? പക്ഷെ ശാസ്ത്രീയമായ രീതിയിൽ സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എൻക്വയറീസ് ആണ് ഇതിലുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. Second one എന്താണ്? Education psychology is functional in its character and is not therefore concerned with the content of the subject. Education psychology is functional in its character and it's not therefore concerned with the content of the subject. Education psychology അതിന്റെ പ്രവർത്തനത്തിൽ, അതിന്റെ സ്വഭാവത്തില് ഒരു ഫങ്ഷണൽ ആണ്, പ്രവർത്തനക്ഷമമാണ്. പക്ഷെ അതിനാൽ അതിന്റെ വിഷയത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടതല്ല. എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് ഫങ്ഷണൽ, അതൊരു പ്രവർത്തനക്ഷമമായിട്ടുള്ള പ്രവർത്തിച്ചുകൊണ്ടുള്ള പഠനമാണല്ലേ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഇറ്റ്സ് ക്യാരക്ടർ ആൻഡ് ഇറ്റ്സ് നോട്ട് ദെർഫോർ കൺസേൺ ദ കണ്ടന്റ് ഓഫ് ദ സബ്ജക്ട്. പക്ഷെ ഉള്ളടക്കത്തില്, അതായത് ഈ സബ്ജക്റ്റിന്റെ ഉള്ളടക്കത്തിൽ എന്താണ്, അത് ഒരേപോലെയല്ല, പ്രവർത്തനത്തിൽ വ്യത്യസ്തമാണ്. അതായത് ഇതിന്റെ തിയറീസുകൾ ഒരേപോലെ ആയിരിക്കും, പക്ഷെ ആ തിയറീസ് നമ്മൾ പ്രവർത്തിച്ചു വരുന്ന എന്താണ്, ഒരേപോലെ ആവില്ല, അല്ലെ? വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത അളവിലായിരിക്കും അതിന്റെ പ്രവർത്തനം വരുന്നത്. ഓക്കെ, അതായത് ക്യാരക്ടർ ഒരുപോലെ ആയിരിക്കാം, കണ്ടന്റ് ഒരുപോലെ ആയിരിക്കാം, പക്ഷെ എന്താണ്, ഫങ്ഷൻ പ്രവർത്തിച്ചു വരുമ്പോൾ അതിൽ വ്യത്യാസമുണ്ടോ? നമ്മൾ ഒരു തിയറി പഠിച്ചു, ആ തിയറിയിലുള്ള പോലെ തന്നെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മൾ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കുട്ടികൾ ആ ഒരു ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ കുട്ടികൾ ആ ഒരു സമയത്ത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് പോലെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തിയറി അതാതുപോലെ തന്നെ നമുക്ക് എന്താണ് ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. ഏകദേശം എത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അതേപോലെ എന്താണ് അച്ചടിച്ച പോലെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഉള്ള കുട്ടികളാണ്, പല വിഷയമുള്ള കുട്ടികളാണ്. അപ്പൊ തിയറീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനം, അതിന്റെ കണ്ടന്റ് വ്യത്യസ്തമാണെങ്കിലും എന്താണ്, കണ്ടന്റ് ഒരേപോലെ ആയിരിക്കും, പക്ഷെ പ്രവർത്തിക്കുന്ന വേറെ തരത്തിലായിരിക്കും. അതിന്റെ ഒരു നേച്ചർ എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. സെക്കൻഡ് പോയിന്റ് വരെയാണ് എടുത്തത്, ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നേ. Yes, teacher. ഇന്ന് 25 അല്ലെ? Yes. നിങ്ങൾ എഴുതുമ്പോ ഡേറ്റും കൂടി വെച്ച് എഴുതുകയാണെങ്കിൽ നമുക്കൊന്ന് ഓർമ്മയുണ്ടാവും. ഞാനിവിടെ എഴുതും, നിങ്ങളോട് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, യെസ്. ഇപ്പൊ ആരെങ്കിലും ഒരാളൊരു കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ് എടുക്കുന്നത് മനസ്സിലായോ? Yes, ma'am. യെസ്. ഓക്കെ, എന്തെങ്കിലും കോട്ട് ഒരെണ്ണം പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഒരാളൊരു കോട്ട് പറയാമോ? അല്ലെങ്കിൽ ഞാൻ പറയാം. പറയാം. Make your thoughts and perceptions beautiful and there will be progress in life. നമ്മുടെ ചിന്തയും ധാരണകളും മനോഹരമാക്കുക, ജീവിതത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാകും. യെസ്, വെരി ഗുഡ്, നല്ല തോട്ടാണ് കേട്ടോ. ഇതാരാ പറഞ്ഞേന്നറിയാവോ? പേര് ഞാൻ ഓർക്കുന്നില്ല മാം, ആരാ പറഞ്ഞു? ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. ഓക്കെ, നിങ്ങള് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ്സിലുള്ളവരോടൊന്നും ക്ലാസ്സിൽ കയറാൻ പറയണം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരോട് ക്ലാസ്സിൽ കയറാനൊന്നും പറഞ്ഞേക്കണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. Thank you, teacher. Have a nice day. മഞ്ജുഷ, സൗമ്യ, സൈഫുനിസ, അങ്ങനെയാണോ പേര്?